രാജസ്ഥാനിലെ ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രസംഗിക്കവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീവ്ര വർഗീയ സ്വഭാവമുള്ള ചില പരാമർശങ്ങൾ നടത്തിയത് ഇതിനകം തന്നെ വലിയ ചർച്ചാ വിഷയമായി. നമ്മുടെ ഈ കേരള രാഷ്ട്രീയത്തിലെ ചായക്കട വിഷയങ്ങൾ തീർന്നിട്ട് ഈ വിഷയം ചർച്ച ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അകത്ത് എന്തെങ്കിലും നടപടി എടുക്കുമോ എന്നറിയാനും എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശീതനിദ്രയിലായിരുന്നു. ഇപ്പോൾ അവിടെ നിന്ന് ഉണർന്ന് ഈ വിഷയം പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പഠിച്ചു കഴിയുന്ന മുറയ്ക്ക് ഒരുപക്ഷെ നോട്ടീസ് കൊടുക്കാൻ സാധ്യതയുണ്ട്. പ്രധാനമന്ത്രി പറഞ്ഞത് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ കോട്ട് ചെയ്തുകൊണ്ടാണ്. മൻമോഹൻ സിംഗ് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, രാജ്യത്തിൻ്റെ വിഭവങ്ങളുടെ ആദ്യത്തെ അവകാശം ന്യൂനപക്ഷങ്ങൾക്കാണ്, അഥവാ മുസ്ലിങ്ങൾക്കാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. രാജ്യത്തെ മുസ്ലിങ്ങളുടെ പിന്നാക്കാവസ്ഥ പരിഗണിച്ചിട്ടാണ് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് താത്വികമായിട്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. ആ നിലയിലാണ് പറഞ്ഞത്. നമ്മൾ സാധാരണ വ്യവഹരിക്കുന്ന അർത്ഥത്തിലാണ്. അത് സാധാരണ വ്യവഹരിക്കുന്ന അർത്ഥത്തിൽ എടുത്തു കഴിഞ്ഞാൽ വേറൊരു അർത്ഥം കിട്ടും, തെറ്റായ അർത്ഥം കിട്ടും. ആ അർത്ഥത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, നമ്മളുടെ അമ്മമാരുടെയും സഹോദരിമാരുടെയും കെട്ടുതാലി വരെ ഇവർ പിടിച്ചു പറിക്കും. അതും ഈ നുഴഞ്ഞുകയറ്റക്കാർക്ക്, അല്ലെങ്കിൽ ജനസംഖ്യയിൽ പെറ്റുപെരുകിക്കൊണ്ടിരിക്കുന്ന വിഭാഗങ്ങൾക്ക് വീതിച്ചു കൊടുക്കും എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഭാഗങ്ങൾ ഞാൻ കേട്ടു, ഹിന്ദിയിലാണ്. എൻ്റെ ഹിന്ദി കുറച്ച് മോശമാണെങ്കിൽ പോലും അദ്ദേഹം എന്തർത്ഥത്തിലാണത് പറയുന്നതെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. കേൾക്കുമ്പോൾ കേൾവിക്കാരിൽ അത് എന്ത് പ്രതികരണമാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതും പ്രധാനമാണ്. കേൾക്കുന്നവരൊക്കെ അത് കേട്ട് എന്താണ് ആർത്ത് വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ ചെയ്തത്? ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രധാനപ്പെട്ട പദവി വഹിക്കുന്ന ആളാണ് അദ്ദേഹം. നമ്മുടെ നാട്ടുമ്പുറത്ത് ചില ഈ കോർണർ യോഗങ്ങളിലൊക്കെ പ്രസംഗിക്കുന്ന ആളുകൾ പോലും പറയാൻ മടിക്കുന്ന രീതിയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്തുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വളരെ വ്യക്തമാണ്. നരേന്ദ്രമോദി എന്ന രാഷ്ട്രീയക്കാരൻ ആദ്യം മുതലേ ഈ രീതിയിലുള്ള പരാമർശങ്ങൾക്ക് കുപ്രസിദ്ധി നേടിയ ആളാണ്. അദ്ദേഹം ആദ്യം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അന്നാണ് അതിഭയങ്കരമായ ഈ ഗുജറാത്ത് കലാപം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഗുജറാത്ത് വംശഹത്യ എന്നൊക്കെ പറയുന്നത് വലിയ കലാപം നടക്കുന്നു, അതിൽ ഒരുപാട് ആളുകൾ മരിക്കും. അതിനുശേഷം അദ്ദേഹം നിയമസഭ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഒരുക്കങ്ങൾ നടത്തും. ആ സമയത്ത് ജയം ലിംഗ്ഡോ എന്ന് പറഞ്ഞ ആളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അദ്ദേഹം ഉടനെ തെരഞ്ഞെടുപ്പ് നടത്താൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ഗുജറാത്ത് ഇതുവരെ സമാധാനപരമായ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ല, അങ്ങനെ ഒരു അന്തരീക്ഷം വരാതെ തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റുകയില്ല. ആ സമയത്ത് ഈ ലിംഗ്ഡോയ്ക്കെതിരായിട്ട് ഇദ്ദേഹം ഇതുപോലെ സാമുദായികമായ പരാമർശം നടത്തിയിട്ട്, ലിംഗ്ഡോ സംഗതി വശാൽ ക്രൈസ്തവനാണ്. അപ്പോൾ ലിംഗ്ഡോയെ ആക്ഷേപിച്ചുകൊണ്ട് ഇദ്ദേഹം ഒരു പരാമർശം നടത്തി. എന്ന് മാത്രമല്ല, ഈ മുസ്ലിങ്ങൾക്കെതിരായിട്ട് വംശീയ വിദ്വേഷം പരത്തുന്ന രീതിയിലുള്ള തീവ്രമായ ചില പരാമർശങ്ങൾ നടത്തി. ഹം പാഞ്ച് ഹമാര പച്ചാസ് എന്നൊക്കെ പറഞ്ഞു. അതുകൂടാതെ മറ്റ് പരാമർശങ്ങൾ നടത്തി. ഈ കലാപത്തെ ന്യായീകരിച്ചുകൊണ്ട് ടു എവരി ആക്ഷൻ ദർ ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് ന്യൂട്ടൻ്റെ 3ാം ചലന നിയമം കോട്ട് ചെയ്ത് ഇദ്ദേഹം പറഞ്ഞു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് സംസ്ഥാനത്ത് അതിഭയങ്കരമായ സാമുദായിക ധ്രുവീകരണം ഉണ്ടാവുകയും വലിയ ഭൂരിപക്ഷത്തോട് ഇദ്ദേഹം വിജയിച്ചു. പിന്നീട് അദ്ദേഹം വലിയ വികാസ് പുരുഷനായിട്ട് മാറി, വികസന നായകനായി. പക്ഷേ എപ്പോഴും ആവശ്യം വരുമ്പോൾ ഇതുപോലെയുള്ള ഒരു കാർഡ് എടുത്ത് കളിക്കാൻ പുള്ളിയുടെ കയ്യിലുണ്ടാവും. ഈ നരേന്ദ്രമോദി വളരെ വിദഗ്ധനായ ഒരു മുച്ചീട്ട് കളിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ കാർഡും ഉണ്ട്. ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ അദ്ദേഹം വികസനത്തിൻ്റെ കാർഡ് എടുത്ത് വീശും, മറ്റ് ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ OBC കാർഡ് എടുക്കും, വേറെ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ തീവ്ര ഹിന്ദുത്വം എടുത്ത് വീശും, മറ്റ് ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ തീവ്ര ദേശീയത പറയും. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ തോറ്റാൽ, അല്ലെങ്കിൽ ബീഹാറിൽ ലാലുവിൻ്റെ പാർട്ടി ജയിച്ചാൽ പാകിസ്ഥാനിൽ പടക്കം പൊട്ടും എന്നൊക്കെ പ്രസംഗിക്കും. ലാലു പ്രസാദിൻ്റെ പാർട്ടി പാകിസ്ഥാനിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള എന്തോ ആണ്, അല്ലെങ്കിൽ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ആളുകളാണ് ലാലുവിനെ കൊണ്ടു നടക്കുന്നത് എന്നുള്ള അർത്ഥമാണ് പുള്ളി സൂചിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള പരാമർശങ്ങൾ കേൾക്കുമ്പോൾ ആളുകളുടെ ഇടയിൽ വലിയ ഇളക്കമുണ്ടാവും. അദ്ദേഹം കേരള സ്റ്റോറിയെ പറ്റി പറയും, കാശ്മീർ ഫയൽസിനെ പറ്റി പറയും, അല്ലാത്ത സ്ഥലത്ത് വികസനത്തെ പറ്റി പറയും, 6 വരി പാതയെ പറ്റി പറയും, അല്ലെങ്കിൽ കപ്പൽ നിർമ്മാണശാലയെ പറ്റി പറയും. ഏത് സമയത്ത് എന്ത് ചിലവാക്കണമെന്ന് പുള്ളിക്കറിയാം. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിജയരഹസ്യം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിതീവ്ര ഹിന്ദുത്വം പുള്ളിയുടെ കയ്യിൽ എപ്പോഴും സ്റ്റോക്കുള്ള ഒരായുധമാണ്. രാജസ്ഥാനിൽ അത് ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അലിഗഡിൽ ചെന്ന് പുള്ളി മുസ്ലിം സമുദായത്തിൽ തന്നെയുള്ള പിന്നാക്ക വിഭാഗങ്ങളെക്കുറിച്ച് പറഞ്ഞു. മുസ്ലിം സമുദായത്തിൽ വരേണ്യ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കുറച്ചുണ്ട്, പിന്നാക്ക സമുദായക്കാരുണ്ട്, പട്ടികജാതികളിൽ നിന്ന് പരിവർത്തനം ചെയ്ത ആളുകളുണ്ട്. ഇതിൽ അതിപിന്നാക്ക സമുദായക്കാരെ ഇതുവരെ ആരും പരിഗണിച്ചിട്ടില്ല. കോൺഗ്രസും സമാജ്വാദി പാർട്ടി അടക്കമുള്ള ആളുകൾ അവർ വഞ്ചിക്കുകയാണ് ചെയ്തത്. ന്യൂനപക്ഷ സമുദായത്തിൽ, മുസ്ലിം ന്യൂനപക്ഷത്തിൽപ്പെട്ട അതിസൂക്ഷ്മ ന്യൂനപക്ഷത്തിന് മാത്രമേ ഈ സംവരണം കൊണ്ട് പ്രയോജനം കിട്ടിയിട്ടുള്ളൂ.
സാധാരണക്കാർക്ക് അല്ലെങ്കിൽ പിന്നാക്കക്കാർക്കോ അതിപിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കും നീതി ഉറപ്പാക്കാനായിട്ട് BJP വോട്ട് ചെയ്യണം എന്നാണ് പ്രസംഗിച്ചത്. ഇങ്ങനെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അദ്ദേഹം ഓരോ തരത്തിലുള്ള അഭ്യാസങ്ങൾ പയറ്റിക്കൊണ്ടേയിരിക്കുന്നത്. ഇതുകൊണ്ടാണ് പുള്ളി രാഷ്ട്രീയത്തിൽ ഇത്ര നാൾ വിജയിച്ചിരുന്നത്. എവിടെ എന്തിറക്കണം എന്നറിയാം പുള്ളിക്ക്, വളരെ നന്നായിട്ടറിയാം. ഇത് പുള്ളിയുടെ ഏറ്റവും പുതിയ നമ്പറാണ്. ഇതുകൊണ്ടൊന്നും അവസാനിപ്പിക്കില്ല. അതിൻ്റെ തൊട്ടുപുറകെ തന്നെ പെട്രോഡയുടെ പുതിയ പരിഷ്കാരം വന്നു. പെട്രോഡ പറയുന്നത് അമേരിക്കയിലുള്ള പോലെ സക്സഷൻ ടാക്സ് ഇവിടെ ഏർപ്പെടുത്തും. ഒരാൾ മരിച്ചാൽ അയാളുടെ വസ്തുക്കളുടെ 45% മാത്രമേ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് കൊടുക്കാവൂ. ബാക്കിയുള്ള 55% സർക്കാർ ഏറ്റെടുക്കണം, കണ്ടുകെട്ടണം എന്നുള്ളതാണ്. പെട്രോഡയുടെ ബുദ്ധി ഗംഭീരമാണ്. അമേരിക്കയിൽ ഇത് ചിലപ്പാവും, നമ്മുടെ നാട്ടിൽ ഇതുപോലെ നടപ്പാവും. ഈ ഒറ്റ കാരണത്താൽ ഈ നാട്ടിലെ ഗുജറാത്തികളും സിന്ധികളും പഞ്ചാബികളുമായിട്ടുള്ള വലിയ വലിയ മുതലാളിമാരെ എല്ലാവരും ആളും അർത്ഥവും കൊടുത്ത് BJPയെ സഹായിക്കും. ഇപ്പം തന്നെ BJPയാണ് സഹായിക്കുന്നത്. കോൺഗ്രസ്സിന് ഒരു കുഞ്ഞ് നയ പൈസ പോലും കൊടുക്കുകയില്ല. പെട്രോയുടെ അഭിപ്രായം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ കോൺഗ്രസ്സുകാർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ചിലവാകുന്നില്ല. കാരണം ഇതുപോലുള്ള സാധനങ്ങളാണ് അമിത്ഷായ്ക്കാണെങ്കിലും അതുപോലെ നരേന്ദ്രമോദിക്കാണെങ്കിലും പ്രിയം. ആലപ്പുഴയിൽ വന്നിട്ട് അമിത്ഷാ പ്രസംഗിച്ചു ഇത് തന്നെയാണ്. ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുപോലെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ സഹായിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോൾ CPM അഭിനന്ദിച്ചിട്ട് ഒരു വാക്കുപോലും പറഞ്ഞില്ല. ഇവരൊക്കെ അടിസ്ഥാനപരമായിട്ട് തീവ്രവാദികൾക്ക്, ഉഗ്രവാദികൾക്ക്, വിഭജനവാദികൾക്ക്, വിഘടനവാദികൾക്ക് ഓശാനം പാടുന്നവരാണ്. അതുകൊണ്ട് ഇവരെ നിലനിർത്താൻ ഞങ്ങൾ വോട്ട് ചെയ്യൂ എന്ന് പ്രസംഗിച്ചിട്ട് പോയി. അപ്പോൾ ഈ രീതിയിലുള്ള തീവ്രമായ പ്രചരണം കൊണ്ട് അതിൽ മുമ്പ് തന്നെ രാമക്ഷേത്രത്തിൻ്റെ ഒരു അന്തരീക്ഷം വടക്കേ ഇന്ത്യയിലുണ്ട്, പശ്ചിമേന്ത്യയിലുണ്ട്, രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുമുണ്ട്. അതിന് പുറത്ത് ഈ കയറിപ്പോകുന്ന കുരങ്ങിന് ഏണി വെച്ചു കൊടുക്കുക എന്ന് പറയില്ലേ, ആ പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ടേ വേറെ കാര്യമുള്ളൂ എന്ന് പുള്ളി തീരുമാനിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി എല്ലാ വിധത്തിലുള്ള നമ്പറുകളും പയറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് കണ്ടുകൊണ്ട് നിൽക്കല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. പുള്ളി ഇതുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.